15-ാം ശ്ലോകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ബ്രഹ്മാവ് തൻ്റെ തപസ്സിലൂടെ നേടിയ ജ്ഞാനം ഉപയോഗിച്ച് എങ്ങനെയാണ് സൃഷ്ടി വിപുലീകരിച്ചത് എന്ന് ഈ ശ്ലോകം വിവരിക്കുന്നു. 15-ാം ശ്ലോകം ഋഷികളുടെയും ദേവന്മാരുടെയും ഉൽപ്പത്തി. ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരെയും പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ പ്രധാന ശക്തികളെയും കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം: സ്രഷ്ടുഃ പുത്രാശ്ച ബഹവഃ ബഭൂവുർബ്രഹ്മണസ്തദാ ഋഷയോ മുനയശ്ചൈവ ദേവാശ്ച പിതരസ്തഥാ. പദാനുപദ അർത്ഥം: സ്രഷ്ടുഃ സൃഷ്ടികർത്താവിൻ്റെ, പുത്രാഃ പുത്രന്മാർ, ബഹവഃ അനേകം പലർ, ബഭൂവുഃ ഉണ്ടായി, ബ്രഹ്മണഃ ബ്രഹ്മാവിൽ നിന്ന്, തഥാ അപ്രകാരം തന്നെ, ഋഷയഃ ഋഷിമാർ അതായത് മന്ത്രദ്രഷ്ടാക്കൾ, മുനയഃ മുനിമാർ ധ്യാനശീലർ, ചൈവ ച പ്ലസ് ഏവ പിന്നെയും, ദേവാഃ ദേവന്മാർ, പിതരഃ പിതൃക്കൾ. ഈ ശ്ലോകത്തിൻ്റെ സാരം: സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൽ നിന്ന് അപ്രകാരം തന്നെ അനേകം പുത്രന്മാർ ജന്മമെടുത്തു. അക്കൂട്ടത്തിൽ ഋഷിമാരും മുനിമാരും ദേവന്മാരും പിതൃക്കളും ഉൾപ്പെടുന്നു. ഗഹനമായ വിശദീകരണവും തത്വചിന്തയും. ഈ ശ്ലോകം പ്രപഞ്ചത്തിൻ്റെ മാനസ സൃഷ്ടിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മാനസപുത്രന്മാർ. ബ്രഹ്മാവ് ആദ്യം ശാരീരികമായല്ല, മറിച്ച് തൻ്റെ സങ്കല്പത്തിലൂടെയാണ്, അതായത് മനസ്സിലൂടെയാണ് മരീചി, അത്രി തുടങ്ങിയ ഋഷിമാരെ സൃഷ്ടിച്ചത്. ഇത് കാണിക്കുന്നത് ഭൗതികമായ രൂപത്തിന് മുൻപേ ആശയങ്ങൾ അഥവാ ഐഡിയാസ് രൂപപ്പെടുന്നു എന്നാണ്. വിവിധ വിഭാഗങ്ങൾ. ഋഷിമാർ സത്യത്തെ ദർശിക്കുന്നവർ, അവർ വിജ്ഞാനത്തിൻ്റെ പ്രതിനിധികളാണ്. മുനിമാർ മനനം അഥവാ ചിന്ത ചെയ്യുന്നവർ, അവർ അന്തർമുഖതയുടെ പ്രതിനിധികളാണ്. ദേവന്മാർ പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കുന്നവർ, അതായത് വെളിച്ചം, വായു, ജലം തുടങ്ങിയവ. പിതരഃ വംശപരമ്പരയുടെയും പാരമ്പര്യത്തിൻ്റെയും രക്ഷകർത്താക്കൾ. സമഗ്രത. വിജ്ഞാനം ഋഷി, ശാന്തി മുനി, കർമ്മം ദേവൻ, സംസ്കാരം പിതൃക്കൾ എന്നിവ ചേരുമ്പോഴാണ് ഒരു ലോകം പൂർണ്ണമാകുന്നത് എന്ന് ബ്രഹ്മവൈവർത്ത പുരാണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഗുരുനാഥൻ്റെ ഉപദേശം: വത്സ, നീയും ഈ സൃഷ്ടിയുടെ ഒരു ഭാഗമാണ്. നിന്റെ ഉള്ളിലും ഒരു ഋഷിയും ഒരു മുനിയും ഒളിഞ്ഞിരിപ്പുണ്ട്. നീ അറിവ് തേടുമ്പോൾ ഋഷിയാകുന്നു, നീ നിശബ്ദമായി ചിന്തിക്കുമ്പോൾ മുനിയാകുന്നു. ബ്രഹ്മാവ് തൻ്റെ മനസ്സുകൊണ്ട് ലോകത്തെ സൃഷ്ടിച്ചതുപോലെ നിനക്കും നിന്റെ ഉന്നതമായ ചിന്തകൾ കൊണ്ട് നന്മ നിറഞ്ഞ ഒരു ലോകം നിന്റെ ചുറ്റും സൃഷ്ടിക്കാൻ കഴിയും. 15-ാം ശ്ലോകത്തിലൂടെ ദേവഋഷിവർഗങ്ങളുടെ ഉൽപ്പത്തി നാം കണ്ടു. ഇനി 16-ാം ശ്ലോകത്തിൽ ഈ സൃഷ്ടികളിൽ നിന്ന് എങ്ങനെയാണ് മറ്റ് ജീവജാലങ്ങൾ ഉണ്ടായതെന്നും പ്രപഞ്ചം വികസിച്ചതെന്നും നമുക്ക് നോക്കാം. പരമാത്മാവായ കൃഷ്ണൻ്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.